പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. ആത്മനിയോഗത്തോടെ ദൈവശബ്ദം കേൾക്കുന്ന മോർണിംഗ് മന്ന ശ്രോതാക്കൾക്ക് ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. നിയോഗത്തോടെ നമുക്ക് ഈ ദൈവശബ്ദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇന്നലകളിലെ ചില പിതാക്കന്മാരുടെ പ്രയാസങ്ങൾ ഈ തലമുറയിലെ ഇസഹാക്കെ നീ അനുഭവിക്കത്തില്ല. സ്വോത്രം പറയണം കേട്ടോ. ഓരോ ദൂതും കേൾക്കുമ്പോൾ സ്വോത്രം പറയണം. ആമേൻ. ഇന്നലകളിൽ അബ്രഹാം അനുഭവിച്ച ചില കെടുതികൾ, അബ്രഹാം കടന്നുപോയ ചില പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നീ അനുഭവിക്കത്തില്ല ഇസഹാക്കെ. കാരണം നീ ഐസക് ജനറേഷനാ, നീ വാഗ്ദത്ത തലമുറയാ. വായിക്കാം 26-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം. അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക. സ്തോത്രം. എങ്ങനെയാ ചില വിഷയത്തിനകത്ത് ഞാൻ നിങ്ങൾ പുറത്തു വരുന്നത്? ട്രഡീഷണൽ ഇമ്പാർട്ടേഷനുകളിൽ നിന്ന്, പാരമ്പര്യ കൈമാറ്റങ്ങളിൽ നിന്ന് എന്നെ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ നിങ്ങൾ പുറത്തു വരാനായിട്ട് ദൈവത്തിന് പ്ലാനുണ്ട്. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ 1 ഒരു ദൈവിക പ്രത്യക്ഷത, 2 ഒരു ദൈവശബ്ദം, 3 അതനുസരിക്കുക. കണ്ടോ? ദൈവിക പ്രത്യക്ഷത ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഈ സമയം ദൈവിക പ്രത്യക്ഷത ഇസഹാക്ക് ആഗ്രഹിച്ചതാണോ? അല്ല. എന്തുകൊണ്ടാണ് പിന്നെ ഇസഹാക്കിന് പ്രത്യക്ഷത കിട്ടിയത്? എൻ്റെ ചിന്ത ഞാൻ പറയാം. അബ്രഹാമിൻ്റെ കാലത്ത് ഈ പ്രയാസം വന്നപ്പോൾ അബ്രഹാം ഒരുപക്ഷെ പറഞ്ഞു കാണും, കർത്താവേ, എനിക്ക് ലഭിക്കുന്ന വാഗ്ദത്ത തലമുറയ്ക്ക് ഒരിക്കലും ഈ പ്രയാസം വരല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ അനുഭവിച്ച കഷ്ടത, ഞാൻ കടന്നുപോയ പ്രതികൂലങ്ങൾ, ഞാൻ കടന്നുപോയ നിരാശയുടെ കെടുതികൾ, ഞെരുക്കങ്ങൾ, പരിഹാസങ്ങൾ എൻ്റെ തലമുറ അനുഭവിപ്പാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നൊരു മാതാവോ പിതാവോ ആണ് നീയെങ്കിൽ, പ്രതികൂലങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഇവിടെയും ക്ഷാമം കടന്നു വരികയാണ്. പക്ഷെ ഒരു ദൈവത്തിൻ്റെ പ്രത്യക്ഷത മാത്രമോ, ഒരു ദൈവത്തിൻ്റെ ശബ്ദം, ഈ ദേശത്ത് താമസിക്കുക, മിസ്രയീമിലേക്ക് പോകരുത്. ഉണ്ടോ? എന്താ മിസ്രയീമിലേക്ക് പോകരുതെന്ന് ദൈവം പറഞ്ഞേ? മോനെ, നിന്റെ പിതാവാകുന്ന അബ്രഹാം ചെയ്ത ഒരേ ഒരു തെറ്റ്, എന്നോട് ചോദിക്കാതെ ഒരു ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് പോയി എന്നുള്ളതാ. റൂട്ടുമാറിപ്പോയതാ. ഇസഹാക്കെ, നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അബ്രഹാം കേൾക്കാത്തൊരു ദൈവശബ്ദം നീ കേൾക്കുക. പോകരുത്. പിന്നെയോ, ഈ ദേശത്ത് താമസിക്കുക. ഈ ദേശത്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ നിന്നെ അനുഗ്രഹിക്കും. നടന്നോ ദൈവമക്കളെ? പ്രിയ ദൈവത്തിലെ ചില ദൂതുകൾ ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കും. പക്ഷേ അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കിയാൽ, എന്ത് വില കൊടുത്തു അതിനുവേണ്ടി നിന്നോണം. എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആ ദൈവശബ്ദത്തിൻ്റെ വിടുതലും അനുഗ്രഹവും നന്മയും വാഗ്ദത്ത നിവൃത്തിയും അത് കേൾക്കുന്നവരുടെ സംഭവിക്കും. ഒരു സംശയമില്ല. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ, അതിനായിട്ട് നമ്മളെ ദൈവം ശക്തീകരിക്കട്ടെ. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി, ഇതുവരെ കാണാത്ത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശം വളരെ ആഴമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു. പാരമ്പര്യ കൈമാറ്റങ്ങൾ, ട്രഡീഷണൽ ഇമ്പാർട്ടേഷനുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്ന ഒരു ഉന്നത തലം ഞങ്ങൾക്ക് മതി കർത്താവേ. കർത്തൃകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.